ലണ്ടനിലെ 10-ാം നമ്പർ ഡൗണിംഗ് സ്ട്രീറ്റിലെ ആ പ്രശസ്തമായ കറുത്ത വാതിലിന് മുന്നിൽ ക്യാമറകൾ വീണ്ടും മിന്നിത്തിളങ്ങി. 2026 ജൂൺ 22 പ്രഭാതം വല്ലാതെ ഇരുണ്ടിരുന്നു. ആ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ മുഖത്ത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ നിരാശയും നിഴലിച്ചിരുന്നു. ഞാൻ രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തകർച്ചയുടെ ഭാരമുണ്ടായിരുന്നു. വെറും 10 വർഷത്തിനുള്ളിൽ ബ്രിട്ടന് നഷ്ടമാകുന്നത് 6ാമത്തെ പ്രധാനമന്ത്രിയെയാണ്. ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് സ്വന്തം നാട് പോലും ഭരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തകർച്ച? ഉത്തരം ലളിതമാണ്. ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുന്നു. സമ്പന്നമെന്ന് കരുതിയിരുന്ന ആ രാജ്യത്ത് ഇന്ന് സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ജീവിത ചെലവ്, വിലക്കയറ്റം കാരണം പലർക്കും ഭക്ഷണം വാങ്ങാനോ വീട്ടുവാടക കൊടുക്കുവാനോ കഴിയുന്നില്ല. ശമ്പളം ഒട്ടും വർദ്ധിക്കുന്നില്ല. തകർന്ന ആരോഗ്യമേഖല. ഒരിക്കൽ ബ്രിട്ടന്റെ അഭിമാനമായിരുന്ന ആശുപത്രികളിൽ ഒരു ഡോക്ടറെ കാണാൻ മാസങ്ങളോളം കാത്തുനിൽക്കേണ്ടി വരുന്നു. വഞ്ചിക്കപ്പെട്ട വാഗ്ദാനങ്ങൾ. ബ്രെക്സിറ്റ് എന്ന പേരിൽ യൂറോപ്പിൽ നിന്നും പുറത്തുപോയാൽ എല്ലാം ശരിയാകുമെന്ന് കരുതിയ ജനങ്ങൾക്ക് കിട്ടിയത് വലിയൊരു സാമ്പത്തിക തകർച്ച മാത്രമാണ്. നൂറ്റാണ്ടുകളെടുത്ത് ആഭ്യന്തര യുദ്ധങ്ങളിലൂടെയും വിപ്ലവങ്ങളിലൂടെയും രൂപപ്പെടുത്തിയെടുത്ത ഒരു മികച്ച ജനാധിപത്യ മാതൃകയാണ് 2016 മുതലുള്ള വെറും 10 വർഷം കൊണ്ട് തകർന്നടിഞ്ഞത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പിന്മാറ്റം കുടിയേറ്റം കുറയ്ക്കുമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. പകരം കൺസർവേറ്റീവ് ലേബർ സർക്കാരുകളുടെ കാലത്ത് കുടിയേറ്റം റെക്കോർഡ് സൃഷ്ടിച്ചു. ഇത് ജനങ്ങളിൽ തീവ്രമായ വഞ്ചനാബോധം സൃഷ്ടിച്ചു. കുടിയേറ്റ വിരുദ്ധ വികാരത്തെയും സാംസ്കാരിക ഉത്കണ്ഠകളെയും ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ഫരാജിന് കഴിഞ്ഞു. 2026 മെയ് മാസത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റിഫോം UK നേടിയത് ചരിത്രപരമായ മുന്നേറ്റമാണ്. ദേശീയ വോട്ട് വിഹിതത്തിന്റെ 30% സ്വന്തമാക്കിയ ഫരാജ് ബ്രെക്സിറ്റിന്റെ ബാക്കി പത്രങ്ങളെ കൃത്യമായി ആയുധമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആഭ്യന്തര തർക്കങ്ങളും സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളും കാരണം ബ്രിട്ടന് 6 പ്രധാനമന്ത്രിമാരെയാണ് നഷ്ടമായത്. 2016 ബ്രെക്സിറ്റ് ഹിതപരിശോധനയിലെ പരാജയത്തെ തുടർന്ന് ഡേവിഡ് കാമറൂൺ രാജിവെച്ചപ്പോൾ തുടർന്നു വന്ന തെരേസ മേയ്ക്ക് ബ്രെക്സിറ്റ് കരാർ പാർലമെന്റിൽ പാസാക്കാൻ കഴിയാത്തത് തിരിച്ചടിയായി. കോവിഡ് കാലത്തെ പാർട്ടി ഗേറ്റ് വിവാദം ബോറിസ് ജോൺസന്റെ കസേര തെറിപ്പിച്ചപ്പോൾ വെറും 49 ദിവസം മാത്രം അധികാരത്തിലിരുന്ന ലിസ് ട്രസിന്റെ പതനത്തിന് കാരണം വിപണിയെ തകർത്ത അവരുടെ തെറ്റായ സാമ്പത്തിക നയങ്ങളായിരുന്നു. ഇതിനുശേഷം കപ്പൽ തുഴയാൻ ശ്രമിച്ച ഋഷി സുനക് 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി പുറത്തായി. ഒടുവിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലേറിയിട്ടും കടുത്ത ജനരോഷം, മന്ത്രിസഭയിലെ കൂട്ടരാജി, എപ്സ്റ്റീൻ മണ്ടൽസൺ അഴിമതി വിവാദം എന്നിവയെ തുടർന്ന് കിയർ സ്റ്റാർമറും 2026 ജൂണിൽ പടിയിറങ്ങാൻ നിർബന്ധിതനായി. ഇപ്പോൾ ബ്രിട്ടനിലെ ഇടത് മധ്യപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ആൻഡി ബേൺഹാം എന്ന നേതാവിലാണ്. ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ മുൻ മേയറായ അദ്ദേഹം പാർലമെന്റിൽ അംഗമാകാൻ വേണ്ടി മാത്രം മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുക എന്ന അസാധാരണമായ രാഷ്ട്രീയ തന്ത്രമാണ് പയറ്റിയത്. സ്റ്റാർമർക്കില്ലാതിരുന്ന ജനകീയതയും താഴെത്തട്ടിലുള്ള സ്വാധീനവും ബേൺഹാമിനുണ്ട്. രാജാക്കന്മാരുടെ വാളുകളെ അതിജീവിച്ച ബ്രിട്ടീഷ് പാർലമെന്റിന് പുതിയ നേതാവ് ആൻഡി ബേൺഹാമിലൂടെ ഇന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടക്കാനാവുമോ എന്നതാണ് ചരിത്രപരമായ വലിയ ചോദ്യം.